ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കാണിച്ച പോലെ തന്നെ സോക്കറ്റ് അടിക്കുന്ന ഒരു രീതി, അതൊരു പുറംപാട്ടിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്ന രീതി ഇതാണ്. ഒന്നുകിൽ ചൂടാക്കി സോക്കറ്റ് അടിച്ചതിന് ശേഷം നമ്മളത് പേസ്റ്റ് വെച്ച് ഒട്ടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സോക്കറ്റ്, ഇപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് എടുത്തത്. അതിൻ്റെ ഒരു സോക്കറ്റ് മാടിക്ക് ഒരു 10 രൂപയുടെ അടുത്തേ വിലയുള്ളൂ. അത് വാങ്ങിച്ച് നമ്മൾ സോൾവൻ്റ് വെച്ച് ഒട്ടിക്കും. ഇതാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ മലയാളികൾ ചെയ്തു വരുന്ന ഒരു രീതി. അപ്പോൾ ഈ രീതി അല്ലാതെ ഉള്ളിൽ ഇതേ പൈപ്പ് തന്നെ ഉപയോഗിച്ച് എങ്ങനെ സോക്കറ്റ് അടിക്കുക എന്നുള്ളൊരു പുറംപാട്ടിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അയാൾ അങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിൽ സോളവനൊക്കെ തേച്ച് ഒട്ടിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്ത് നോക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇത് സക്സസ് ആണോ എന്ന് അറിയണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ അങ്ങനെ തന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ അടുത്തുള്ള കട്ടർ നമ്മുടെ അടുത്തില്ല. നമ്മൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു പൈപ്പ് എടുത്ത്, അതേ മണ്ണുള്ള പൈപ്പ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറ്റി അതിൻ്റെ വീണ്ടും ഉള്ളിൽ കറക്റ്റ് ഫിറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് അളവ് ചെയ്തെടുക്കുകയാണ്. അളവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഹാക്സോ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു ഭാഗം അതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കണം. അത് നമുക്ക് ഊഹിച്ചാൽ അറിയാം, അത്ര തന്നെ പൈപ്പ് ഉള്ളിൽ കയറില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഹാക്സോ ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരു തരി പോലും ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഫിറ്റായി കിട്ടത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് തുടച്ച് ഒന്ന് നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സോൾവെൻറ്റ് ഉപയോഗിച്ച് ഇതിനുള്ളിൽ ഒട്ടിക്കണം. അപ്പോൾ നമ്മളൊന്ന് കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ ബോണ്ടിൻ്റെ സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾ വേറെ ഗമ്മും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സോൾവെൻറ്റിൻ്റെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ തേച്ച് ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് ഉള്ളിലേക്കായിട്ട് കയറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മറുവശവും അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ സോൾവെൻ്റൊക്കെ തേച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു സൈഡ് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി നമ്മൾ അടുത്ത സൈഡ് ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ സോൾവെൻറ്റ് തേച്ച് ഒട്ടിക്കണം. അപ്പോൾ ഇതിങ്ങനെ കയറ്റുന്ന സമയത്ത് കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിറ്റാക്കി കുറച്ചും കൂടി നല്ല രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഗ്യാപ്പൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ സോൾവെൻറ്റ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, അത് നമ്മൾ സോൾവെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്. കുറച്ച് സെക്കൻഡ് പിടിച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ആറാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ 3 മെത്തേഡ് നമ്മളിതിൽ കണ്ടു. നമ്മൾ പരമ്പരാഗതമായുള്ള സോക്കറ്റ് അടിക്കുന്ന രീതി, പിന്നെ നമ്മൾ സോക്കറ്റ് വാങ്ങിച്ചിട്ട് ഒട്ടിക്കുന്ന രീതി, പിന്നെ ഇപ്പം പുറംപാട്ടിന് നല്ല ഉള്ളിൽ സോക്കറ്റ് അടിക്കുന്ന രീതി. അപ്പോൾ മറ്റേ 2 രീതി നമ്മൾ പരീക്ഷിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഉള്ളിൽ സോക്കറ്റ് അടിക്കുന്ന രീതി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ട സമയമായി. അപ്പോൾ നമ്മളതൊരു വാൾവിൽ കണക്ട് ചെയ്തിട്ട് ലീക്ക് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സോക്കറ്റ് വെച്ച് ആ സോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളെ പുതിയ പൈപ്പ്, നമ്മളെ ഒട്ടിച്ച പൈപ്പ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് വാൾവ് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, നമ്മൾ വാൾവ് തുറന്നിട്ടുണ്ട്. ആ ഭാഗത്തൊന്നും നമ്മൾ ഒട്ടിക്കാത്തതുകൊണ്ടാണ് അതിൽ ലീക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ സോക്കറ്റ് അടിച്ച ഭാഗം ഒന്ന് നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ്. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ തന്നെ അത് ലീക്കില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ അറ്റത്ത് സ്റ്റോപ്പർ ഒട്ടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയാണ് നമ്മൾ അറ്റത്ത് സ്റ്റോപ്പർ ഒട്ടിച്ചത്. ഓക്കെ, അപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് എത്രത്തോളം കാലം നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ വീഡിയോയിനിടയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.